ചെറുതെങ്കിലും ശക്തമായ രാഷ്ട്രമാണ് ഇസ്രയേൽ. ആ രാജ്യത്തെ രക്ഷിക്കുന്നത് അത്യാധുനിക ആയുധങ്ങൾ മാത്രമല്ല, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമാണ്. അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ ബന്ധം അവരെ ആധുനികതയിലും സാങ്കേതികവിദ്യാ വികസനത്തിലും സഹായിച്ചു. രാജ്യത്തേക്ക് പറന്നെത്തുന്ന മിസൈലുകളെയും ബോംബുകളെയും പ്രതിരോധിക്കാൻ തയ്യാറാക്കിയ അയൺ ഡോം, ആരോ, ഡേവിഡ് സ്ലിംഗ് സംവിധാനങ്ങളും പ്രശസ്തമാണ്. ഇവ അമേരിക്ക ഇസ്രായേൽ പ്രതിരോധ സഹകരണത്തിൻ്റെ അടയാളങ്ങളാണ്. അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ആയുധശേഖരവും സൈനിക ഷിപ്പുകളും അടക്കം ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇസ്രായേലിന് മികച്ച സുരക്ഷ തന്നെ വേണമെന്ന് അമേരിക്കയും പറയുന്നു. ലെബനൻ, ജോർദാൻ, സിറിയ, ഈജിപ്ത്, പലസ്തീൻ എന്നിവയുമായി ഇസ്രായേലിന് അതിർത്തികളുണ്ട്. അയൽക്കാരനല്ല എങ്കിലും വലിയ ശത്രുവാണ് ഇറാൻ. അപ്പോൾ ആയുധങ്ങളിലെ മികവ് പ്രധാനമാണ്. ഇന്ന് ലോകത്തിൽ സൈനിക ശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ സൈനിക കരുത്ത് 250% വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇസ്രായേലി തോക്കുകളും പ്രശസ്തമാണ്. ലോകമെമ്പാടും അവ ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകർ ഉപയോഗിക്കുന്ന ടവർ 21 എന്ന ചെറുതോക്ക് ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് എന്ന ആയുധ നിർമ്മാണ കമ്പനി നിർമ്മിച്ചതാണ്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ അത്ര ചെറുതായി കാണേണ്ടതില്ല എന്ന് പറയാനാണ്. പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതാകാൻ പോവുകയാണ് എന്ന് പറയുകയാണ് ഒരു മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥൻ. കേൾക്കുമ്പോൾ അവിശ്വസനീയം, അസംഭവ്യം എന്നൊക്കെ തോന്നാം. പക്ഷേ ഇക്കാര്യം പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. റഷ്യയുടെ സൈനിക രാഷ്ട്രീയ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. റഷ്യൻ സൈന്യത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫും കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ ആപ്തി അലോദിനോവ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കടുത്ത രീതിയിൽ മുന്നോട്ടു പോയാൽ സമീപ ഭാവിയിൽ തന്നെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അത് ഇസ്രായേലിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രവചനം. ഇതിന് രാഷ്ട്രീയവും സൈനികവുമായ ചില കാരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനുമായുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ഈ സംഘർഷത്തിൻ്റെ പാരമ്യത്തിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയാണ് അലോദിനോവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ യുദ്ധം എക്കാലത്തേക്കും നീറിപ്പുകഞ്ഞ് നിൽക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടാനുള്ള തീരുമാനവും ഇസ്രായേലിൻ്റേതായിരുന്നു. കളിക്കാൻ പാർക്കിൽ പോയതുപോലെ യുദ്ധതൽപരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ കെണിയിൽ വീണു. ഇപ്പോൾ നാറ്റോയെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നതും ഇസ്രായേലാണ്. പക്ഷേ ഈ നീക്കം ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചേരുമെന്നാണ് അലോദിനോവിൻ്റെ പക്ഷം. യുഎസിനെയും നാറ്റോ രാജ്യങ്ങളെയും ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നത് ഇസ്രായേലിൻ്റെ തന്നെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അലോദിനോവ് വാദിക്കുന്നത്. അമേരിക്കയെയും മുഴുവൻ നാറ്റോ ബ്ലോക്കിനെയും സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ച് ഇസ്രായേൽ ഏറ്റുമുട്ടൽ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുദ്ധമുഖത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഫ്രാൻസും ഇസ്രായേലും ഗ്രീസും സൈപ്രസും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചേർന്ന ഒരു പുതിയ ബ്ലോക്ക് രൂപപ്പെടുന്നുമുണ്ട്. നാറ്റോയിൽ ഡയറക്റ്റ് വീറ്റോ പവറുള്ള തുർക്കിയുടെ ശക്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കാരണം തുർക്കിയുടെ വീറ്റോ പവർ നാറ്റോയിൽ പല തീരുമാനങ്ങൾക്കും തടസ്സമാകും. ഉദാഹരണത്തിന് ഇറാൻ യുദ്ധത്തിലേക്ക് നാറ്റോയെ ഇറക്കാനുള്ള ഇസ്രായേൽ ശ്രമത്തിന് നാറ്റോ ഏതെങ്കിലും രീതിയിൽ പച്ചക്കൊടി വീശുന്ന സാഹചര്യമുണ്ടായാൽ തുർക്കി എതിര് നിൽക്കുമോ എന്നറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും ചിരവൈരികളല്ല ഇരു രാഷ്ട്രങ്ങളും എന്നത് ഇത്തരമൊരു വിദൂര ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൂടായികയില്ല. നൂറ്റാണ്ടുകളായി നിയന്ത്രിത വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇറാനും തുർക്കിയും. പക്ഷേ അപ്പോഴും മികച്ച വ്യാപാര സാമ്പത്തിക പങ്കാളികളുമാണ്. ഈ ഘട്ടത്തിൽ നാറ്റോയിൽ തങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തുർക്കി ഇറാനുമായി കൈകോർക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഇസ്രായേലിൻ്റെ ഭീഷണി ആരംഭിക്കുന്നത്. അങ്ങനെയൊരു സാധ്യത ഉണ്ടാകുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന് ക്ഷീണമാകുമെന്നാണ് അലോദിനോവ് പറയുന്നത്. അത്തരത്തിൽ തുർക്കി ഇറാനുമായി ചേരാൻ തീരുമാനിച്ചാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ അന്ത്യമായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. 4 നൂറ്റാണ്ടിലധികം നീളുന്ന ചരിത്രപരമായ ബന്ധമുണ്ട് ഇറാനും തുർക്കിയും തമ്മിൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിടുന്ന 560 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി 1639 സുഹാബ് ഉടമ്പടി മുതൽ ഇങ്ങോട്ട് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും പലപ്പോഴും പശ്ചിമേഷ്യയിലെ പല സംഘർഷങ്ങളിലും തുർക്കിയും ഇറാനും എതിർപക്ഷത്തായിരുന്നു. പ്രത്യേകിച്ച് സിറിയൻ സിവിൽ യുദ്ധം നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും എതിർപക്ഷത്തായിരുന്നു. പക്ഷേ ഈ സമയത്തും സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ രണ്ടു കൂട്ടരും പരസ്പരം സഹകരിച്ചാണ് നിൽക്കുന്നത്.
തുർക്കി ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുമ്പോൾ ഊർജ്ജ വാണിജ്യ രംഗങ്ങളിലാണ് ഇറാന്റെ പങ്ക്. ഇങ്ങനെ ചരിത്രപരമായി ഒരേ സമയം എതിരാളികളായും പങ്കാളികളായും നിൽക്കുന്ന ഇറാനും തുർക്കിയും ഇപ്പോഴത്തെ സംഘർഷത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് ചിന്തനീയമാണ്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ തുർക്കി വഹിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള ആണവ ചർച്ചകളിൽ മധ്യസ്ഥന്റെ റോളിൽ തുർക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ സമാധാന ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളെയും ഒരുക്കുന്നതിനും മുൻകൈയെടുത്ത് തുർക്കി ഓടി നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു പക്ഷത്തും ചേരാൻ തുർക്കി ശ്രമിച്ചിട്ടുമില്ല. നിഷ്പക്ഷമായി നിന്ന് അമേരിക്കയ്ക്കും ഇറാനുമിടയിലെ സംഘർഷം അവസാനിപ്പിക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും തുർക്കി എതിരാണ് താനും. അതേസമയം തന്നെ കുർദുകളുടെ കാര്യത്തിൽ തുർക്കിക്കും ഇറാനും ഏകാഭിപ്രായവുമുണ്ട്. കുർദുകളെ സഹായിക്കണം എന്ന നിലപാടാണ് അമേരിക്കയ്ക്ക്. അവരെ ഉപയോഗിച്ച് ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്. ഇതേ കുർദുകൾ തന്നെ തുർക്കി ഭരണകൂടത്തിനും ഭീഷണി ഉയർത്തുന്നു. ഒരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ചർച്ചാ സംഘത്തോട് ആവശ്യപ്പെട്ടതായി ഇതിന്റെ പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസികൾ ഇക്കാര്യം പറയുന്നത്. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ തട്ടിയാണ് ഇപ്പോഴും ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് അടക്കമുള്ള നടപടികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തുർക്കി. ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്ലോട്ടില്ല തടഞ്ഞ സംഭവത്തിൽ നെതന്യാഹുവിനെതിരെ വംശഹത്യാ കുറ്റം ചുമത്തി അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നാണ് ആവശ്യം. ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് അടക്കമുള്ള നടപടികൾക്കായി നീതിന്യായ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തതായി തുർക്കി നിയമമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ തുർക്കി കടുത്ത എതിർപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 430 ജീവകാരുണ്യ പ്രവർത്തകരുമായി ഗാസ ലക്ഷ്യമാക്കി നീങ്ങിയ ഫ്ലോട്ടില്ല മെയ് മാസത്തിലാണ് ഇസ്രായേൽ സൈന്യം അന്താരാഷ്ട്ര കടലിടുക്കിൽ വെച്ച് തടഞ്ഞത്. ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. നെതന്യാഹുവിനെതിരെ മാത്രമല്ല, മുതിർന്ന സൈനികൻ അഫെക് മോസ്കോവിച്ചിനുമെതിരെയും അന്താരാഷ്ട്ര റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാണ് തുർക്കിയുടെ ആവശ്യം. ജൂലൈ 14 പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും ആശുപത്രിയും അടക്കമുള്ള കെട്ടിടങ്ങൾ ടാങ്കുകളും ബുൾഡോസറുകളും ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ മോസ്കോവിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, വ്യക്തി സ്വാതന്ത്ര്യം തടയൽ, മനഃപൂർവ്വമുള്ള ആക്രമണം, സ്വത്ത് നശിപ്പിക്കൽ, കവർച്ച, വാഹനം തട്ടിയെടുക്കൽ എന്നീ ഗുരുതരമായ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഗാസയിലെ വംശഹത്യയെ തുടർന്ന് നെതന്യാഹുവിനും 37 ഇസ്രായേൽ നേതാക്കൾക്കുമെതിരെ തുർക്കി നേരത്തെ തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ തുർക്കിയുടെ ആവശ്യത്തെ നെതന്യാഹു വിമർശിച്ചു. റെഡ് കോർണർ നോട്ടീസ് ആവശ്യത്തെ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനുള്ള തുർക്കിയുടെ ദയനീയമായ ശ്രമം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. തുർക്കി പ്രസിഡന്റ് തൊയ്യിബ് എർദോഗനെ യഹൂദ വിരുദ്ധ സ്വേച്ഛാധിപതിയെന്നും നെതന്യാഹു വിശേഷിപ്പിക്കുന്നു. തുർക്കിയുടെ പ്രാദേശിക സൈനിക സാന്നിധ്യം, ആഭ്യന്തര ഭരണരീതി, തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ ചൂണ്ടിക്കാട്ടുന്നു. സിറിയയിലേക്ക് സൈനിക നീക്കങ്ങളോ സ്വാധീനമോ വ്യാപിപ്പിക്കുന്നതിനെതിരെ തുർക്കിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ ഏക യഥാർത്ഥ ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിലെ നേതാക്കളെയും സൈനികരെയും ഭീഷണിപ്പെടുത്താനുള്ള എർദോഗന്റെ ദയനീയമായ ശ്രമം ഒരിടത്തും എത്തില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കുർദുകളെ കൂട്ടക്കൊല ചെയ്യുകയും ഹമാസ് ഭീകരർക്ക് അഭയം നൽകുകയും ചെയ്ത ആളാണ് എർദോഗൻ. തന്നെ എതിർക്കുന്ന നിരവധി മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും എർദോഗൻ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നും നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു.